ഒരാളെ ഇറങ്ങിയിട്ട് കയറി വരാൻ പേടിച്ച് അവിടെ തന്നെ നിൽക്കുക. ചെറിയ ആയുള്ളൂ, അതുകൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ നീന്താൻ നല്ല സുഖമാണ്. നല്ല ഇപ്പം ഇതാണ്. ഇവിടെ മഴ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്. മറ്റേ മസാജിങ് ഒക്കെ കാൽമ ഫുഡ് മസാജിങ് ഒക്കെ ഫ്രീ ആയിട്ട് നടക്കും ഇവിടെ. അങ്ങോട്ടാ പോണേ? അടിപൊളി സ്ഥലല്ലേ? പറ, എന്താണ് അഭിപ്രായം അവിടെ? അടിപൊളി സ്ഥലം, നല്ല സ്ഥലമാണ്, നമുക്ക് പോയേക്കാം. ഇത് കണ്ടു പറയാം. ഫാമിയോ? അപ്പൊ നമ്മളെന്തായാലും അവിടെ പോയിട്ട് കാഴ്ച കാണിച്ചു തരാട്ടോ. അപ്പം ലെറ്റ്സ് ഗോ. അന്നെ എങ്ങനെയുണ്ട് സ്ഥലം? അന്റെ നാടല്ലത്? ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരെന്തേനു? പൈപ്പ് ലൈനോ? ഫാമി എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ശാന്തമായ സ്ഥലം, ആളും ഇല്ല മനുഷ്യനും ഇല്ല, അടിപൊളി വൈബ്. പോയേക്കളല്ലേ? ഇവിടെയൊക്കെ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കില്ലേ? ആൾക്കാർ വന്നിട്ട് റെസ്റ്റ് എടുക്കുക ഈവനിങ് ഒക്കെ. വെഡിങ്ങിന്റെ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ സ്ഥലം എവിടെയൊക്കെ കുറെ പോകണ്ടോ? എന്താ അവിടെ കാണാനുള്ളത്? ഇനി വലത്തോട്ടേക്കല്ലേ? ഇനിയിപ്പോ നേരെ പോണം. എങ്ങോട്ടാണ് ഫാമിയ? പറഞ്ഞു കൊടുക്ക്. ഞാനൊന്നും ഇവിടെ പോയില്ല. ഇനി നേരെ പോയിട്ട് കാണാൻ മാത്രമേ കണ്ടോ? ഇനി ലെഫ്റ്റിലേക്കാ പോണ്ടി? ഓരോ പീടികളൊക്കെ ഉണ്ടാവും. ചായക്കടല്ലേ? ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഫുൾ കായാണ്. കൊറേ വായ ഇങ്ങനെ പോയ വായ. എന്താണ് തലയില്ല വായക്ക്? പോയ വായല്ല, കട്ട് ചെയ്ത് അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞ വായാണ് പോയ വായ. ഇത് കൊറേ നേരമായില്ല വണ്ടി ഓട്ടുന്നത്, സ്ഥലം എത്തണില്ല. ഇതാണ് നിങ്ങളെ വീടിന്റെ അടുത്ത് കുറച്ചുകൂടി പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ട് എന്നോട് ആദ്യം 20 മിനിറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇങ്ങോട്ട് തിരിച്ചു ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തുന്ന പറഞ്ഞാട്ടോ. പക്ഷെ ഇതിപ്പോ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് നിൽക്കാനല്ലാതെ സ്ഥലത്തില്ല. ആദ്യം എനിക്ക് എന്താ പറയാണ്ടോ? ആദ്യം പറഞ്ഞപ്പോഴേ പറയാൻ കഴിയുള്ളൂ. അധികം ഇവിടെ സ്പെയിനിന്റെ ഉണ്ട്, പോർച്ചുഗലും ഉണ്ട്. ഏതാ ടീം? നമ്മള് ബ്രസീലിയൻ ഫാൻസ് അന്നും എപ്പോഴും. പക്ഷെ കഴിഞ്ഞ കളി സ്കോട്ട്ലാൻഡ് അപ്പുറം 70-ാം മിനിറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇപ്രാവശ്യം വേൾഡ് കപ്പ് തൂക്കും. അത്രേ ഉള്ളൂ. സോ നമ്മള് അങ്ങനെ ഇവര് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഇതിപ്പോ എന്താണ്? ഇതിപ്പോ എന്താ ചോദിച്ചത്? ശനിയാഴ്ച അല്ലത്? ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുറെ ആൾക്കാരുണ്ട് അല്ലേ? റോഡ് മൊത്തം മോശാട്ടോ ഇവിടെ ഈ ഭാഗത്ത്. ഓഫ് റോഡ് വണ്ടികൾക്ക് സുഖമായിട്ട് അവിടെ പോവാം. പിന്നെ ഒരു ഐസ്ക്രീമിന്റെ അതുണ്ട്. പിന്നെ നമ്മൾ ശാന്തമായി ആസ്വദിക്കേണ്ട സ്ഥലം. വലിയ ടോപ്പാക്കി ഹൈപ്പാക്കാനൊന്നുമില്ല, ഭയങ്കര ശാന്തത. അതാണ് ഇവിടുത്തെ മെയിൻ. അടിപൊളി പ്ലേസാ. അവിടെ ഒരു തോട് പോലെ കാണിച്ചു. ഗായ്സ്, നമ്മൾ പറഞ്ഞ സ്ഥലം ഇപ്പം ഇതാണ്. ഇവിടെ മഴ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്. പക്ഷെ ഇന്നൊരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ? നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? അവിടെയൊക്കെ കിട്ടും, നല്ല രസമുണ്ട്. ചെറിയ ആയുള്ളൂ, അതുകൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ നീന്താൻ നല്ല സുഖമാണ്. ആദ്യം ഇതപ്പം ചാടാൻ പോവാണ്. നോക്കണ ആദി കളിക്കൽ ഇതാക്കല്ലേ? ഫുള്ള് നനച്ചിട്ടാള്
അതുപോലൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുകയാണ് ഗൈസ്. ആദ്യം ഫാമിയൊക്കെ ഇവിടെ കുറച്ച് കുട്ടികളും ഉണ്ട് കളിക്കണേ. പിന്നെ അപ്പുറത്തെ ഭാഗത്തും കുറച്ച് ആൾക്കാർ കളിക്കുന്നുണ്ട് വെള്ളത്തിൽ. നല്ല രസമുണ്ട്. അത്ര ആയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നീന്തി പഠിക്കാനൊക്കെ പറ്റിയ വെള്ളമാണ്. ആദി ഇത് കൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് നീന്താൻ പോവാം. അത്ര തന്നെ. നല്ല രസമുണ്ട് ഗൈസ്. ഐഷ് ഈ വെള്ളത്തിൽ കളിക്കാൻ ഒരു പ്രത്യേക രസമാട്ടോ. മുഴുവോ ഫോണാണ് കളിക്കാൻ പറ്റിയ വെള്ളല്ലേ ഫാമിയെ. ഓ വാവ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നതാട്ടോ. ഇവിടെ വേറെ തന്നെ ഒരു മെല്ലെ ഇങ്ങനെ നടന്നാല് ഇവിടെ ഫുൾ പാടാണ് ഗൈസ്. പാടാണ്. ഇപ്പൊ നല്ല രസമുണ്ട്. വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതുപോലെ. ഓക്കെ നല്ല രസമുണ്ട്. ഐഷ് കൂടെ ഇങ്ങനെ മെല്ലെ നടന്ന് അവിടെയാണ് അവിടെ എത്താനാണ് നമ്മളെ നോക്കണത്. നോക്കാം. താഴെ ഫുള്ള് ഇങ്ങനത്തെ എന്താണ് ഫുൾ പാടം ഗൈസ്. നല്ല രസമല്ലേ. ഇതൊക്കെ വെള്ളമാണ്. പിന്നെ വിട്ട പോക്കാണ്. നേരെ നടത്തും. ഒരാളെ ഇറങ്ങിയിട്ട് കയറി വരാൻ പേടിച്ച് അവിടെ തന്നെ നിൽക്കണേ. മൊയന്തി വേം വാ. ആദിക്കിന് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതിനോട് ഓൻ കൂളാ. ഇവക്ക് പേടി. ഇതൊക്കെ ഇതിൽ മീൻ നോക്ക്. ചെറിയ മീനൊക്കെ ഉണ്ട്. കുഞ്ഞു മീനൊക്കെ ഉണ്ട്. ഓലിങ്ങനെ കാലിട്ട് ഇങ്ങനെ അടിച്ച് കളിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ മസാജിങ് ഒക്കെ കാലുമ ഫുഡ് മസാജിങ് ഒക്കെ ഫ്രീ ആയിട്ട് നടക്കും ഇവിടെ. ഇവിടെ വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. മക്കളൊക്കെ ഉണ്ടാവില്ലേ, ഓർക്ക് നീന്തലൊക്കെ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഭയങ്കര കൂളായിട്ട് വലിയതൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യത്തിന് നോർമൽ ആൾക്കാരുള്ളൂ. സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഫാമി എങ്ങനെയുണ്ട് ഇന്നത്തെ സ്ഥലം? നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ആൾക്കാർക്കൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ചായയൊക്കെ കാച്ചിയുടെ പോയി കുടിക്കാൻ നല്ല രസമുണ്ടാവും. അടിപൊളിയാ. നല്ല രസമുണ്ട്. ആദിക്കിനോടോ? സൂപ്പർ. ഓ അന്നെ പറഞ്ഞു. അടിപൊളിയാണ്. അടിപൊളി സ്ഥലമാണ്. കൂളായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം. അയ്യോ. അപ്പം ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.